അപവാദ പ്രചാരണം നടത്തി അറസ്റ്റിലായ വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ കെ പവിത്രനെതിരെ കർശന നിലപാടുമായി ജോയിന്റ് കൗൺസിൽ. ഇദ്ദേഹത്തിന് സംഘടനയുമായി ഒരു ബന്ധവുമില്ല എന്നും ജോലിയിൽ നിന്നും ഇയാളെ ഉടനടി നീക്കണമെന്നും മന്ത്രിയോട് ജില്ലാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വിവാദ ഫേസ്ബുക്ക് കമന്റിനെ തുടർന്ന് അറസ്റ്റിലായ വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാരായിരുന്ന പവിത്രനെതിരെ മുൻപും നിരവധിയായ ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെ നേരിട്ടും വന്നിട്ടുണ്ട്. ഇപ്പോൾ ജോയിന്റ് കൗൺസിലിൻ്റെ ജില്ലാ ഭാരവാഹിയായ ബാനം ദിവാകരൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, പലതവണ സ്ഥിരം പ്രശ്നക്കാരനായിരുന്നല്ലേ ഈ വ്യക്തി? സ്ഥിരം പ്രശ്നക്കാരനെന്ന് നമുക്ക് അടുത്ത കാലത്താണ് മനസ്സിലായത്. ആള് 96 സർവീസിൽ വന്നു എന്ന് പറയുന്നു. 96 വരുമ്പോഴായാലും ജോയിന്റ് കൗൺസിൽ മെമ്പറായിരുന്നു. ഇപ്പോഴല്ല, കഴിഞ്ഞ 10 വർഷമായിട്ട് ജോയിന്റ് കൗൺസിലായിട്ട് അയാൾക്കൊരു ബന്ധവുമില്ല. അതുമാത്രമല്ല, ഇങ്ങനെ വിവാദ പോസ്റ്റ് അയാൾ ഏറ്റവും കൂടുതൽ വിവാദ പോസ്റ്റ് ഇട്ടിരുന്നത് ജോയിന്റ് കൗൺസിലിൻ്റെ നേതാക്കന്മാർക്കെതിരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്കെതിരെയും മുൻ റവന്യൂ വകുപ്പ് മന്ത്രി ചന്ദ്രശേഖർ MLA ഉൾപ്പെടെ ആണ്. അപ്പം അതിനെതിരെ വളരെ ശക്തമായ നിലപാടാണ് സംഘടന ഉള്ളത്. നമ്മുടെ രാജ്യമാകെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ സ്ത്രീത്വത്തിനെതിരെ അതുപോലെ തന്നെ സാമുദായിക സ്പർദ്ധയുണ്ടാക്കുന്ന ഒരു വിഷയം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്ന് അറിഞ്ഞ നിമിഷം തന്നെ ഇന്നലെ ഞങ്ങളുടെ ജോയിന്റ് കൗൺസിലിൻ്റെ സംസ്ഥാന കൗൺസിൽ തിരുവനന്തപുരത്ത് നടക്കുകയായിരുന്നു. സംസ്ഥാന കൗൺസിലിൻ്റെ ഭാരവാഹികളെ ഞാൻ ഈ വിഷയം ബോധ്യപ്പെടുത്തുകയും അവർ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയോട് ഈ കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായി. സംഘടനയെ നിയമപോരാട്ടത്തിൻ്റെ ഭാഗമാവുന്നുണ്ട്. സംഘടനയുടെ നിയമ പോരാട്ടത്തിൻ്റെ ഭാഗം ആലോചിച്ചിട്ട് മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ. ഇപ്പോഴുള്ള നിലപാട് അയാളെ സംഘടനയിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം എന്നുള്ളതാണ് സംഘടനയുടെ നിലപാട്. ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും നിലപാട് അതാണ്. എക്കാലത്തും ആരും ആയാലും തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന നടപടികൾ ഇനി ഒരു ആളുടെ ഭാഗത്തു നിന്ന് ഇത്ര ഒരു നടപടി ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അയാൾക്കെതിരെ വളരെ ശക്തമായ ശിക്ഷ കൊടുക്കണം. ഇനിയൊരു പവിത്രന്മാർ ഉണ്ടാകാൻ പാടില്ല എന്നാണ് സംഘടനയുടെ ശക്തവും വ്യക്തവുമായ നിലപാട്. സംഘടനാ ഭാരവാഹികൾ പറഞ്ഞതുപോലെ ഇനിയൊരു പവിത്രനും സർക്കാർ സർവീസിൽ ഉണ്ടാകരുത് എന്ന് തന്നെയാണ് പൊതുജനങ്ങൾക്കും പൂർണ്ണമായി പറയാനുള്ളത്. വിനോദ് മൊറാളയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.